ഇന്ത്യയിൽ വിവിധ തീവ്രവാദ ഭീകരവാദ സംഘടനകളുണ്ട്. അവരൊക്കെ ഓരോ കാലത്തും രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഗുരുതരമായ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. നമ്മുടെ സൈന്യം വളരെ ശക്തമായതിനാൽ ഇത്തരം സായുധ ഗ്രൂപ്പുകളെ നിലയ്ക്ക് നിർത്തുകയോ അടിച്ചമർത്തുകയോ ചെയ്തു പോന്നിട്ടുണ്ട്. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് പഞ്ചാബും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ തീവ്രവാദ സംഘടനകളും കാശ്മീരിലെ തീവ്രവാദ സംഘടനകളും എല്ലാം ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ നിഷ്പ്രഭരായി പോയിട്ടുണ്ട്. എന്നാൽ വളരെ കാലമായി ഇന്ത്യക്ക് വളരെ ശല്യം ചെയ്യുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് മാവോയിസ്റ്റുകൾ. ഒരുപക്ഷെ അവരുയർത്തുന്ന ആശയങ്ങൾ തികച്ചും നീതിയുക്തമായി നമുക്ക് തോന്നിയേക്കാം. എങ്കിലും അവർ ചെയ്യുന്ന അക്രമ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രത്തിനെതിരെ, നമ്മുടെ ഭരണകൂടത്തിനെതിരെ, സൈനികർക്കെതിരെ അവർ ചെയ്യുന്ന ആക്രമണങ്ങളെ വെച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല. ഒരിക്കലും ഒരു സായുധ വിപ്ലവം ലോകത്തിന് സാധ്യമാകില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഇത്രയും കാലം അവർ തയ്യാറായില്ല. ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തമായ ആക്രമണത്തിൽ മാവോയിസ്റ്റുകൾ ചിതറപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മരിച്ചിരിക്കുന്നു. ഇനി കാട്ടിൽ പതിയിരുന്ന് രാജ്യത്തിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുക എന്നത് ഫലപ്രദമല്ലെന്ന് മാവോയിസ്റ്റുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവർ സായുധ കലാപം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. സർക്കാരുകൾക്ക് കത്തയക്കുന്നു, വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു, കേന്ദ്രവുമായി സമാധാന ചർച്ചകൾ ആഗ്രഹിക്കുന്നു. നിരോധിത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് CPIM ഒരു പ്രസ്താവനയിൽ വെടിനിർത്തൽ വാഗ്ദാനം ചെയ്യുകയും സർക്കാരുമായി സമാധാന ചർച്ചകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സായുധ കലാപം ഉപേക്ഷിച്ച് മുഖ്യധാര രാഷ്ട്രീയം സ്വീകരിക്കാൻ തീരുമാനിച്ചതായി അവർ അറിയിച്ചു. മുഖ്യധാര രാഷ്ട്രീയത്തിൽ ചേരുന്നതിനായി സായുധ കലാപം ഉപേക്ഷിക്കുമെന്ന് മാവോയിസ്റ്റുകൾ പറഞ്ഞതായും മധ്യ കിഴക്കൻ ഇന്ത്യയിലുടനീളം 1 മാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായും മാവോയിസ്റ്റ് നേതാവ് മല്ലോജുല വേണുഗൽ റാവുവിൻ്റെ നോം ഡി ഗേരെ അഭയ് പ്രസ്താവനയിൽ പറയുകയുണ്ടായി. നോം ഡി ഗേരെ എന്നാൽ ഒരു പ്രത്യേക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉപയോഗിക്കാനായി ഒരാൾ തിരഞ്ഞെടുത്ത ഒരു ഓമന പേരാണ് നോം ഡി ഗേരെ. പ്രസ്താവനയെക്കുറിച്ച് അറിയാമെന്നും അതിൻ്റെ ആധികാരിക പരിശോധിച്ചു വരികയാണെന്നും ഛത്തീസ്ഗഡ് സർക്കാർ അറിയിച്ചു. മാവോയിസ്റ്റുകൾ മുന്നോട്ട് വച്ച വ്യവസ്ഥകളോട് സംസ്ഥാന സർക്കാർ എതിർപ്പ് രേഖപ്പെടുത്തി. സർക്കാരിൻ്റെ പുനരധിവാസ നയത്തിന് കീഴിൽ ആയുധങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ് മുഖ്യധാരയിൽ ചേരാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് സർക്കാർ പറയുന്നു. സമീപ വർഷങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സുരക്ഷാ സേനകൾ ഉന്നത മാവോയിസ്റ്റ് നേതാക്കളെ വധിക്കുകയും പ്രസ്ഥാനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. 2026 മാർച്ച് 31 മാവോയിസ്റ്റുകളെയും സായുധ കലാപത്തെയും തകർക്കുമെന്ന് മോദി സർക്കാർ പ്രസ്താവിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ ഛത്തീസ്ഗഡ് പോലീസ് സംസ്ഥാനത്തെ നാരായൺപൂർ ജില്ലയിലെ വനത്തിൽ CPI മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി നമ്പാല കേശവ റാവു എന്നറിയപ്പെടുന്ന ബസവരാജുവിനെ കൊലപ്പെടുത്തി. റാവുവിൻ്റെ കൊലപാതകത്തിന് ശേഷം സഹദേവ് സോറൻ, രഘുനാഥ് ഹെംബ്രാം, വീർസൻ ഗൻഷു, മോഡം ബാലകൃഷ്ണ തുടങ്ങിയ നിരവധി ഉന്നത മാവോയിസ്റ്റ് നേതാക്കൾ കൊല്ലപ്പെട്ടു. ഈ വർഷം ഇത് 3ാം തവണയാണ് CPI മാവോയിസ്റ്റ് ഇത്തരമൊരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംഘടന ഇത്തരത്തിൽ ഓഫറുകൾ നൽകിയിരുന്നു. ഏപ്രിലിലെ പ്രസ്താവനയും അഭയയുടെ പേരിലായിരുന്നു. മെയ് മാസത്തിൽ CPI മാവോയിസ്റ്റ് മേധാവി ബസവരാജു കൊല്ലപ്പെട്ടതിന് ശേഷം വരും മാസങ്ങളിൽ അഭയും കീഴടങ്ങുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ദേശീയവും ആഗോളവുമായ സാഹചര്യങ്ങൾ മാറിയ സാഹചര്യത്തിൽ മാവോയിസ്റ്റുകൾ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായി ഓഗസ്റ്റ് 15 പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ CPI മാവോയിസ്റ്റ് നേതാവ് അഭയ് പറഞ്ഞു. പാർട്ടി ജനറൽ സെക്രട്ടറി, അതായത് അന്തരിച്ച ബസവറാവു മുൻകൈയെടുത്ത് ആരംഭിച്ച സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി മാറിയ ആഗോള ദേശീയ സാഹചര്യങ്ങളും ആയുധങ്ങൾ ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് വരാനുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നുള്ള അഭ്യർത്ഥനകളും കണക്കിലെടുത്ത് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതായി ഞങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് അവർ ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി. സായുധ പോരാട്ടത്തിന് താൽക്കാലിക വിരാമം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതായി CPI മാവോയിസ്റ്റ് അറിയിച്ചു. സർക്കാരുമായുള്ള ചർച്ചകൾക്ക് സമവായം ഉണ്ടാക്കുന്നതിനായി കേഡർമാരുമായും നേതാക്കളുമായും കൂടിയാലോചനകൾ നടത്താൻ 1 മാസത്തെ സമയം ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായോ അദ്ദേഹം നിയമിക്കുന്ന വ്യക്തിയുമായോ പ്രതിനിധി സംഘവുമായോ ചർച്ച നടത്തുമെന്ന് CPI മാവോയിസ്റ്റ് അറിയിച്ചു. എന്നാൽ
അത്തരം ചർച്ചകൾക്ക് കേന്ദ്രം ഉടൻ തന്നെ 1 മാസത്തേക്ക് ഔദ്യോഗിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും തിരച്ചിൽ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും സമാധാന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് CPI മാവോയിസ്റ്റുകൾ ആവശ്യപ്പെട്ടു. കഴിയുന്നിടത്തോളം തോളോട് തോൾ ചേർന്ന് പോരാടുമെന്ന് ഞങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് പ്രസ്താവനയിൽ പറയുന്നു. 1967 നിയമപ്രകാരം കേന്ദ്രം CPI മാവോയിസ്റ്റിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രധാന സംഘടനയായ ഈ സംഘടന 2004 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പീപ്പിൾസ് വാർ ഗ്രൂപ്പ്, മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ ഓഫ് ഇന്ത്യ എന്നിവയുടെ ലയനത്തോടെയാണ് രൂപീകരിച്ചത്. മാവോയിസ്റ്റുകളുടെ പ്രസ്താവനയെക്കുറിച്ച് കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും പ്രസ്താവന പരിശോധിച്ച് വരികയാണെന്നും അതനുസരിച്ച് നടപടിയെടുക്കുമെന്നും ഛത്തീസ്ഗഡ് സർക്കാർ അറിയിച്ചു. പ്രസ്താവനയുടെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇഷ്യൂ ചെയ്യുന്നയാളുടെ ഫോട്ടോ, ആദ്യമായി ഉപയോഗിച്ച രീതി, മാറ്റിയ എഴുത്ത് രീതി, ഇമെയിൽ ID പരാമർശം എന്നിങ്ങനെ പ്രസ്താവനയിൽ ശ്രദ്ധേയമായ വ്യത്യാസങ്ങളുണ്ടെന്ന് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു. എന്നിരുന്നാലും മാവോയിസ്റ്റ് സംഘടനയുടെ വെടിനിർത്തൽ പ്രയോഗത്തെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി കൂടിയായ ശർമ്മ എതിർത്തു. വെടിനിർത്തൽ എന്ന വാക്ക് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കാരണം വെടിനിർത്തൽ ആവശ്യമുള്ള ഒരു യുദ്ധവും ഇവിടെ നടക്കുന്നില്ല. ജനാധിപത്യത്തിൽ സ്വാഭാവിക ചർച്ചകൾ ഉണ്ടാകില്ല. അവർ വീണ്ടും മുമ്പത്തെ പോലെ വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പത്രക്കുറിപ്പ് പരിശോധിച്ച ശേഷം ഞങ്ങൾ സർക്കാരിനുള്ളിൽ ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കും. കൂടാതെ വെടിനിർത്തലിനുള്ള കത്ത് ഓഗസ്റ്റ് 15 എഴുതിയതാണ്. അതിനുശേഷം മാവോയിസ്റ്റുകൾ ഗ്രാമീണരെ കൊല്ലുകയും നമ്മുടെ ജവാന്മാർക്ക് പരിക്കേൽക്കാൻ കാരണമായ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുകയും ചെയ്തതായി ശർമ്മ പറഞ്ഞു. മാവോയിസ്റ്റുകൾ കീഴടങ്ങുക, പുനരധിവാസ നയത്തിലെ വ്യവസ്ഥകൾ പ്രയോജനപ്പെടുത്തുക, ഒരു രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ പോലും വ്യക്തിയാണെങ്കിൽ പോലും രാഷ്ട്ര നിർമ്മാണത്തിന് സംഭാവന നൽകുക എന്നിവയാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ വർഷം ശർമ്മ മാവോയിസ്റ്റുകളോട് സമാധാന ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്തിരുന്നു. വീഡിയോ കോൾ, നേരിട്ടുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ ടെലിഫോൺ കോൾ എന്നിങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഒരു വേദിയിൽ. പ്രഥമ ദൃഷ്ടിയ കത്ത് ആധികാരികമെന്ന് തോന്നിക്കുമെങ്കിലും കൂടുതൽ വ്യക്തതയോ മറ്റോ ഉണ്ടോ എന്ന് അറിയാൻ അടുത്ത 48 മണിക്കൂർ നിർണായകമാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. നക്സലൈറ്റുകൾ സമ്മർദ്ദത്തിലാണ്. ഈ വർഷം ആദ്യം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സ്വാഭാവികമായ കീഴടങ്ങൽ പരാമർശിച്ചിരുന്നു. എന്നാൽ നിരുപാധികമായി ആയുധങ്ങൾ ഉപേക്ഷിക്കൽ പരാമർശിക്കുന്നത് ഇതാദ്യമാണ്. കൂടാതെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അഭ്യർത്ഥനയെക്കുറിച്ചുള്ള പരാമർശവും പുതിയതാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇനി ഒരൽപ്പം ചരിത്രം. പതിറ്റാണ്ടുകളുടെ രക്തച്ചൊരിച്ചിലിന് ശേഷം മാവോയിസ്റ്റുകൾക്കെതിരായ യുദ്ധത്തിൽ ഇന്ത്യ വിജയിക്കുകയാണോ? ഇന്ത്യയുടെ മധ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായി ഛത്തീസ്ഗഡിൽ നടന്ന ഒരു സുപ്രധാന ഓപ്പറേഷനിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തിരയുന്ന മാവോയിസ്റ്റ് ബസവരാജു എന്നറിയപ്പെടുന്ന നമ്പാല കേശവറാവു മറ്റ് 26 പേരും കൊല്ലപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനെ 3 പതിറ്റാണ്ടിനിടയിലെ നീക്കത്തിലെ ഏറ്റവും നിർണായകമായ ആക്രമണമെന്ന് വിശേഷിപ്പിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മരിച്ചു. ബസവരാജുവിന്റെ മരണം ഒരു തന്ത്രപരമായ വിജയത്തെക്കാൾ കൂടുതലാണ്. 1980-കൾക്ക് ശേഷം മാവോയിസ്റ്റ് സംഘം തങ്ങളുടെ ശക്തമായ കേന്ദ്രം നിർമ്മിച്ച ബസ്തറിലെ മാവോയിസ്റ്റുകളുടെ അവസാന പ്രതിരോധ നിരയിൽ ഒരു നഷ്ടം തന്നെയാണിത്. പശ്ചിമ ബംഗാളിലെ നക്സൽബാരി ഗ്രാമത്തിൽ 1967 നടന്ന പ്രക്ഷോഭത്തിന് ശേഷം നക്സലൈറ്റുകൾ എന്നറിയപ്പെടുന്ന മാവോയിസ്റ്റുകൾ പതിറ്റാണ്ടുകളായി മധ്യ കിഴക്കൻ ഇന്ത്യയിലുടനീളം ഒരു ചുവപ്പ് ഇടനാഴി രൂപപ്പെടുത്തുന്നതിനായി ഒന്നിച്ചു. കിഴക്ക് ജാർഖണ്ഡ് മുതൽ പടിഞ്ഞാറ് മഹാരാഷ്ട്ര വരെ വ്യാപിച്ചു കിടക്കുന്നതും രാജ്യത്തിന്റെ 1/3 ജില്ലകളിൽ വ്യാപിച്ചു കിടന്നതുമായ ഒരു ചുവപ്പ് ഇടനാഴി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇതിനെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ദക്ഷിണേന്ത്യൻ ടെററിസം പോർട്ടൽ പ്രകാരം 2000 മുതൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനായുള്ള സായുധ പോരാട്ടത്തിൽ ഏകദേശം 12,000 പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭരണകൂട അവഗണനയും ഭൂമി കയ്യേറ്റവും ചൂണ്ടിക്കാട്ടി തദ്ദേശീയ ഗോത്രങ്ങളുടെയും ഗ്രാമീണ ദരിദ്രരുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ പോരാടുന്നതെന്ന് വിമതർ അവകാശപ്പെടുന്നുണ്ട്. ഇടതുപക്ഷ തീവ്രവാദം എന്നറിയപ്പെടുന്ന മാവോയിസ്റ്റ് പ്രസ്ഥാനം 2004 പ്രധാന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗ്രൂപ്പുകൾ CPI മാവോയിസ്റ്റ് ലയിച്ചതോടെയാണ് ഔപചാരികമായി രൂപം പ്രാപിച്ചത്. 1946 കിഴക്കൻ സംസ്ഥാനമായ തെലങ്കാനയിൽ നടന്ന കർഷക പ്രക്ഷോഭത്തിലാണ് ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര വേരുകൾ രൂപപ്പെട്ടത്. 2026 മാർച്ചോടെ മാവോയിസം അവസാനിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രതിജ്ഞയെടുത്തതോടെ പോരാട്ടം ഒരു വഴിത്തിരിവിലാണ്. ഇത് യഥാർത്ഥത്തിൽ അവസാനിക്കുമോ അതോ അതിൻ്റെ നീണ്ട രക്തരൂക്ഷിതമായ വഴിയിലെ മറ്റൊരു ഇടവേള മാത്രമാണോ?
ഒരു ശാന്തതയുണ്ടാകും. എന്നാൽ 70കളിൽ നക്സലൈറ്റുകളുടെ ഉന്നത നേതൃത്വം കൊല്ലപ്പെട്ടപ്പോൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അത്തരം വെല്ലുവിളികളെ മറികടന്നിരുന്നു. എന്നിട്ടും നമ്മൾ നക്സലിസത്തെക്കുറിച്ച് പിന്നെയും സംസാരിച്ചു. മാവോയിസ്റ്റ് പ്രസ്ഥാനം ഒരു പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമായിരുന്നു. എന്നാൽ ആ പ്രത്യയശാസ്ത്രത്തിന് പ്രചാരം നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് യുവതലമുറയിൽ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് ഇപ്പോൾ അതിൽ താല്പര്യമില്ല. മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ 48% കുറവുണ്ടായതായും 2013 1136 ആയിരുന്നത് 2023 594 ബന്ധപ്പെട്ട മരണങ്ങളിൽ 65% കുറവുണ്ടായതായും ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും 2022 അപേക്ഷിച്ച് 2023 സുരക്ഷാ സേനയുടെ മരണങ്ങളിൽ നേരിയ വർധനവുണ്ടായി. കാരണം മാവോയിസ്റ്റ് മേഖലകളിലെ പ്രവർത്തനങ്ങൾ തീവ്രമാക്കിയതായിരുന്നു അതിന് കാരണം. 2023 ഏറ്റവും കൂടുതൽ മാവോയിസം ബാധിക്കപ്പെട്ട സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണെന്നും ഇടതുപക്ഷ തീവ്രവാദ ആക്രമണ സംഭവങ്ങളിൽ 63%, അനുബന്ധ മരണങ്ങളിൽ 66% ഉണ്ടായത് അവിടെയായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. ജാർഖണ്ഡാണ് തൊട്ടു പിന്നിൽ. അക്രമങ്ങളിൽ 27%, മരണങ്ങളിൽ 23% അവിടെ നിന്നായിരുന്നു. ബാക്കിയുള്ള സംഭവങ്ങൾ മഹാരാഷ്ട്ര, ഒഡീഷ, മധ്യപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. മാവോയിസത്തിന്റെ ശക്തി കേന്ദ്രമായ ഛത്തീസ്ഗഡിലെ തകർച്ച മാവോയിസത്തിന്റെ വ്യാപകമായ തകർച്ചയുടെ പ്രധാന സൂചനകൾ നൽകുന്നു. ഒരു ദശാബ്ദം മുമ്പ് സംസ്ഥാനത്തെ പോലീസിനെ ദുർബലമായി കണക്കാക്കിയിരുന്നുവെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ന് കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളുടെ പിന്തുണയോടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള കൃത്യമായ ആക്രമണങ്ങൾ കളി മാറ്റിമറിച്ചു. അർദ്ധസൈനികർ അവരെ നിലംപരിശാക്കുമ്പോൾ സംസ്ഥാന സേന രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുകയും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വ്യക്തമായ പങ്ക് നിർണയവും ഏകോപനവുമായിരുന്നു അത്, അവർ പറയുന്നു. മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയ, റോഡുകൾ, കണക്ടിവിറ്റി എന്നിവയിലേക്കുള്ള ആക്സസ് ആളുകളെ കൂടുതൽ ബോധവാന്മാരാക്കി മാറ്റിയിട്ടുണ്ടെന്നും സായുധമായ ഒരു ഒളിത്താവള പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനുള്ള പ്രവണത ജനങ്ങളിൽ കുറച്ചിട്ടുണ്ടെന്നും അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നു. ആളുകൾ ജീവിതത്തോട് അഭിലാഷമുള്ളവരായി മാറിയിരിക്കുന്നു. മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും വ്യാപകമായിരിക്കുന്നു. ആളുകൾ പുറം ലോകവുമായി സമ്പർക്കം പുലർത്തുന്നു. പുതിയ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാതെ മാവോയിസ്റ്റുകൾക്ക് വിദൂരമായ കാടുകളിൽ ഒളിച്ചു പ്രവർത്തിക്കാൻ കഴിയില്ല. ബഹുജന പിന്തുണയില്ലാതെ ഒരു കലാപത്തിന് നിലനിൽക്കാനാവില്ലെന്നും അവർ പറയുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മുൻ മാവോയിസ്റ്റ് അനുഭാവി പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് പിന്നിലെ ആഴമേറിയ ഒരു പോരായ്മ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നു. അവർ ഒരു മാറ്റം കൊണ്ടുവന്നു. തെലങ്കാനയിൽ സാമൂഹ്യ നീതി ഛത്തീസ്ഗഡിലെ ഗോത്രക്കാരെ ഒരുമിപ്പിച്ചു. പക്ഷെ അതിന് യോജിച്ച ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടു. പരാജയത്തിന്റെ കാതൽ കാലഹരണപ്പെട്ട ഒരു വിപ്ലവ ദർശനമായിരുന്നുവെന്ന് അദ്ദേഹവും പറയുന്നു. സംസ്ഥാനങ്ങൾ പിന്നിൽ നിൽക്കുന്നതുവരെ മാത്രമേ ഈ പോക്കറ്റുകൾ പ്രവർത്തിക്കൂ. പിന്നീട് സംസ്ഥാനങ്ങൾ ഉന്നതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജോലിയും കൂലിയും ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവിത രീതികൾ മാറുമ്പോൾ ഈ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യം കുറയുകയും അങ്ങനെ ആ മേഖലകൾ തകരുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് എക്കാലവും ഒരു സായുധ വിപ്ലവം നടത്താൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു. CPI മാവോയിസ്റ്റ് 2007 ഒരു രാഷ്ട്രീയ രേഖ മാവോ യുഗ തന്ത്രത്തിൽ മുറുകെ പിടിക്കുന്നു. ഒരു വിമോചിത മേഖല സൃഷ്ടിക്കുകയും നഗരങ്ങളെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വളയുകയും ചെയ്യുക. എന്നാൽ മാവോയിസ്റ്റ് അനുഭാവി തുറന്നടിച്ചു, അതിനി പ്രായോഗികമല്ല. കിഴക്കൻ മഹാരാഷ്ട്ര, തെക്കൻ ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ചില പോക്കറ്റുകൾക്ക് മാവോയിസത്തിന് ഇപ്പോഴും ജനകീയ പിന്തുണയുണ്ട്. പക്ഷേ ശക്തമായ സൈനിക അടിത്തറയില്ല. സംസ്ഥാന സേനയുടെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ തെക്കൻ ഛത്തീസ്ഗഡിലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാവോയിസ്റ്റ് സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ ഗണ്യമായി ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. സ്വയം പ്രതിരോധിക്കാൻ വിമതർക്ക് വർദ്ധിച്ചു വരുന്ന കഴിവില്ലായ്മയെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ കേഡർമാരും നേതാക്കളും ഇപ്പോൾ പതിവായി കൊല്ലപ്പെടുന്നു. അവർ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് പോകുന്നതും ഒരുപക്ഷെ നിരുപാധികമായി കീഴടങ്ങുന്നതും അതിനെ സർക്കാർ അനുഭാവത്തോടെ പരിഗണിക്കുന്നതുമൊക്കെ ഒരുപക്ഷെ ബുദ്ധിപരമായിരിക്കാം. ഒരു ലക്ഷ്യവുമില്ലാതെ സ്വന്തം കേഡർമാരെ അനാവശ്യമായി ബലിയർപ്പിക്കുന്നതിന് പകരം സർക്കാരിനെ സമീപിക്കേണ്ട സമയമാണ്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാവോയിസ്റ്റുകൾക്ക് പിന്തുണ ലഭിക്കുന്നു. തെലങ്കാനയിൽ ഭരണകക്ഷിയായ കോൺഗ്രസും പ്രധാന പ്രതിപക്ഷമായ ഭാരത് രാഷ്ട്ര സമിതിയും വെടിനിർത്താനുള്ള ആഹ്വാനങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. കൂടാതെ 10 ചെറിയ ഇടതുപക്ഷ പാർട്ടികളും അതിനെ പിന്തുണയ്ക്കുന്നു. ഗ്രൂപ്പിന്റെ ശേഷിക്കുന്ന നേതാക്കളെയും കേഡർമാരെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ശ്രമം. ജാതി അടിച്ചമർത്തലിനെതിരായ മുൻകാല പോരാട്ടങ്ങളിൽ വേരൂന്നിയ മാവോയിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോഴും ഈ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ സാമൂഹികമായ നിയമസാധുത പുലർത്തുന്നു. സിവിൽ സൊസൈറ്റി പ്രവർത്തകരും വെടിനിർത്തലിനുള്ള നീക്കത്തിൽ പങ്കുചേരുന്നു. മാവോയിസ്റ്റ് ബാധിത സംസ്ഥാനങ്ങൾ ധാതുക്കളാൽ സമ്പന്നമായതിനാൽ അവ ശക്തമായ
വിഭവ പോരാട്ടങ്ങളുടെ കേന്ദ്രമായി മാറുന്നു. ഉദാഹരണത്തിന് ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ ഏക ടിൻ കോൺസെൻട്രേറ്റുകളും മോൾഡിംഗ് മണലും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. കൂടാതെ കൽക്കരി, ഡോളമൈറ്റ്, ബോക്സൈറ്റ് തുടങ്ങിയ ഉന്നത നിലവാരമുള്ള ഇരുമ്പയിര് എന്നിവയുടെ ഒരു പ്രധാന ഉറവിടവുമാണ് എന്ന് ഖനി മന്ത്രാലയം പറയുന്നു. രാജ്യത്തെ ടിൻ നിക്ഷേപത്തിന്റെ 36%, ഇരുമ്പയിരിന്റെ 20%, കൽക്കരിയുടെ 18%, ഡോളമൈറ്റിന്റെ 11%, വജ്രം, മാർബിൾ എന്നിവയുടെ 4% ഇവിടെയാണ്. എന്നിരുന്നാലും ശക്തമായ താല്പര്യങ്ങളുണ്ടായിട്ടും ആഗോള ദേശീയ ഖനന കമ്പനികൾ ഈ വിഭവങ്ങൾ ആക്സസ് ചെയ്യാൻ വളരെ കാലമായി പാടുപെടുകയാണ്. മാവോയിസം കാരണം ജൽ, ജംഗൽ, ജമീൻ, വെള്ളം, വനം, ഭൂമി എന്ന മുദ്രാവാക്യത്തിൽ കെട്ടിപ്പടുത്ത മാവോയിസ്റ്റ് പ്രസ്ഥാനം വനങ്ങൾ കോർപ്പറേഷനുകളല്ല ഗോത്രവർഗ്ഗക്കാരുടേതാണെന്ന് വാദിച്ചതിനാൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മാവോയിസ്റ്റുകൾ ഇപ്പോൾ ദുർബലമായതിനാൽ മെയ് മാസത്തിൽ വിജയകരമായ ലേലങ്ങൾക്ക് ശേഷം കുറഞ്ഞത് 4 ഛത്തീസ്ഗഡ് ഖനികളെങ്കിലും ലേലത്തിൽ പോയതായി ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. മാവോയിസ്റ്റ് നേതാക്കളുടെ മരണത്തോടെ പ്രതിരോധം മരിക്കില്ലെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. നേതാക്കൾ വീണുപോയേക്കാം, പക്ഷേ ആശയം നിലനിൽക്കും. അനീതി നിലനിൽക്കുന്നിടത്തോളം പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും. നമുക്കവരെ ഇനി മാവോയിസം എന്ന് വിളിക്കാൻ കഴിയില്ല, പക്ഷേ അവർ ഇവിടെ ഉണ്ടാകും എന്ന് ചിലർ പറയുന്നു. എന്തൊക്കെയായാലും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളും ഒരു രാജ്യത്തിനെതിരെയുള്ള സായുധമായ പോരാട്ടങ്ങളും നിലനിൽക്കുന്നതല്ല. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ സംഘടനകൾക്കും അധികാരത്തിൽ വരാനും തങ്ങളുടെ ആശയങ്ങളെ പ്രായോഗികവൽക്കരിക്കാനും സാധിക്കാം. അതിനു പകരം തോക്കെടുത്ത് പോരാടുമ്പോൾ ആ തോക്കുകൊണ്ട് തന്നെ അവർ വീണുപോയേക്കാം എന്ന ഓർമ്മയാണ് അവർ വെച്ച് പുലർത്തേണ്ടത്. ഏത് ആശയധാരയിൽ കെട്ടിപ്പടുത്തതായാലും ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങളും സായുധ സംഘടനകളും ഇവിടെ നിലനിൽക്കുന്നതല്ല എന്ന സത്യമാണ് അവർ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ലോകത്തിലെ 4ാം സൈനിക ശക്തിയായ ഒരു വലിയ രാജ്യത്തിന്റെ സൈന്യത്തോട് പോരാടി ജയിക്കാൻ തങ്ങൾക്കാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ വഴിയെ സഞ്ചരിക്കുക. മറ്റു ചില ജനാധിപത്യ പാർട്ടികൾ കെട്ടുപോയതുപോലെ പോയില്ല എന്ന ഉറപ്പോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമേ ഈ മാവോയിസ്റ്റുകൾക്ക് ഇനിയുള്ള കാലത്ത് പ്രവർത്തിക്കാൻ സാധിക്കൂ. അല്ലാതെ ആയുധമേന്തിയുള്ള പോരാട്ടങ്ങളും നിരപരാധികളെ കൊന്നൊടുക്കലും അല്ല മാർഗം.